Dear students, welcome back to Venanta Arrays YouTube channel. റേഷ്യോ പ്രൊപ്പോർഷൻ വേരിയേഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ അരിത്തമെറ്റിക്കിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൻ്റെ ഫൈനൽ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സിൽ നമുക്ക് ഈ ലാസ്റ്റ് സെക്ഷനിൽ കൺസിഡർ ചെയ്യേണ്ടത് വേരിയേഷൻ എന്ന കോൺസെപ്റ്റാണ്. വേരിയേഷൻ. അപ്പോൾ വേരിയേഷൻ രണ്ട് തരത്തിലുള്ള വേരിയേഷൻ ഉണ്ട്. ബേസിക്കലി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേരിയേഷൻസ്. അതല്ല ജോയിൻറ്റ് വേരിയേഷൻ എന്ന് പറയുന്ന മൂന്നാമതൊരു പാർട്ടും കൂടെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. എന്താണ് വേരിയേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത്? നമുക്ക് ആദ്യം ഡയറക്റ്റ് വേരിയേഷൻ ഇവിടെ പരിഗണിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഇഫ് ദ പ്രൈസ് ഓഫ് 5 നോട്ട് ബുക്സ് ഈസ് ₹200, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 7 സച്ച് ബുക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. 5 നോട്ട് ബുക്സിന്റെ പ്രൈസ് ₹200. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലെ 7 ബുക്സിന്റെ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5 ബുക്സ്, അപ്പം 5 ബുക്സ് ഉണ്ട്. 5 ബുക്സിന് ആകെ ₹200. ഉടനെ നമുക്ക് മനസ്സിലായി ഒരേ തരത്തിലുള്ള ബുക്സ് ആണ് എന്ന് കരുതിക്കോ. അപ്പോൾ ₹40 വെച്ചല്ലേ ഒരു ബുക്കിന്. അപ്പോൾ 7 ബുക്സ് വന്നു. അപ്പോൾ 7 ബുക്സ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 × 40. അപ്പോൾ 7 × 40 എത്രയെന്ന് വന്നോളും? 280 എന്ന് വന്നില്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. ബുക്കുകളുടെ എണ്ണം കൂടിയപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ബുക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻഡിച്ചറും കൂടും, ബുക്കുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് എക്സ്പെൻഡിച്ചറും കുറയും എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നാമതൊരു കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണ്. അതേതാ കോൺസ്റ്റന്റ്? ഒരു ബുക്കിന്റെ വില. അപ്പോൾ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിലെ ഒരു ബുക്കിന്റെ വില എന്നുള്ള ആ ഒരു കമ്പോണന്റ് കോൺസ്റ്റന്റ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബാക്കി രണ്ടെണ്ണം തമ്മിൽ മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ വേരിയേഷൻ്റെ അകത്ത് ഒരു കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി ഇവ തമ്മിലുള്ള റേഷ്യോ, അതായത് 5:7, അത് തന്നെയല്ലേ 200:280 എന്ന് പറയുന്നത്. ഇതാണ് ഡയറക്റ്റ് വേരിയേഷൻ്റെ ബേസിക് ഐഡിയ. അപ്പം നമുക്കതിനെ ഒന്ന് റിസൾട്ട് വൈസ് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ. ഇഫ് എ കമ്പോണന്റ് എക്സ്, കമ്പോണന്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്പർ ഓഫ് ബുക്സ്, അപ്പോൾ അതാണ് ഒരു കമ്പോണന്റ്. ഡയറക്ട്ലി വേരിയിങ് വിത്ത് അനദർ കമ്പോണന്റ് വൈ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് കരുതിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ആർ ഇൻഡയറക്റ്റ് വേരിയേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ഇതിനെ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ചിഹ്നം ഇടും, ആൽഫയുടെ ചിഹ്നം ഇടും. അപ്പോൾ ഇത് വായിക്കുക, എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന. എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഈ പ്രൊപ്പോർഷണൽ സൈനെ മാറ്റിയിട്ട് ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കുമ്പോൾ നമ്മളവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തോണം. കെ ഇൻറ്റു വൈ. കെ എ എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെ എന്ന് വിളിക്കുന്നത് ദിസ് ഈസ് കോൾഡ് ദി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇതാണ് കെ എന്ന് പറയുന്നത് കേട്ടോ. കെ ഈസ് കോൾഡ് ദി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കെ ഈക്വൽ ടു കെ ഇൻറ്റു വൈ. അപ്പം അതിനെ ഈ വേരിയേഷൻ സൈനെ മാറ്റിയിട്ട് ഈക്വൽ ആക്കണമെങ്കിൽ, ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ എപ്പോഴും അവിടെ ഒരു കോൺസ്റ്റന്റിന്റെ സപ്പോർട്ട് കൂടെ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ അവിടെ ഇട്ടാൽ മതി, ആ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഇവിടെ മറ്റൊരു റിലേഷൻ കൂടെ അപ്പോൾ അവിടെയുണ്ട്. ആൻഡ് ഇവിടുത്തെ x1/x2 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എക്സിന്റെ സബ് കമ്പോണൻസ് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, 5 ബുക്സ് 7 ബുക്സ്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് y1/y2. ഇതാണ് ബേസിക് ആയിട്ട് ഉള്ള റിലേഷൻ. x1/x2 ഈസ് സെയിം ആസ് y1/y2. ഇതാണ് ഡയറക്റ്റ് വേരിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിക്കൂ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി വേരിഡ് വിത്ത് ദി സ്ക്വയർ ഓഫ് ദ ടൈം ഇറ്റ്സ് ഇലാപ്സ്ഡ്. അവിടെ നമുക്ക് അവിടുത്തെ റിലേഷൻ കൊണ്ടുവരാം. ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി വേരിഡ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ടൈം ഇറ്റ്സ് ഇലാപ്സ്ഡ്. അത് എടുത്ത സമയത്തിന്റെ സ്ക്വയർ. അപ്പോൾ റിലേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ പാർട്ടിക്കിൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിനെടുക്കുന്ന സമയത്തിന്റെ സ്ക്വയറിന് ഡയറക്റ്റ് വേരിയിങ് ആണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയാം, സ്ക്വയറിന് വേരിയിങ് ആണ്, സ്ക്വയറുമായിട്ട് വേരിയിങ് ആണ് എന്നുള്ള രീതി റിലേഷനിലാണ്. അപ്പം ഇങ്ങനെ വന്നാൽ നമ്മൾ പഠിച്ച കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ കൊണ്ടുവരാം? ഡിസ്റ്റൻസ് 1/ഡിസ്റ്റൻസ് 2 ഈസ് ഈക്വൽ ടു ടൈം 1 സ്ക്വയർ ബൈ ടൈം 2 സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ ടൂൾ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിലുള്ള വാല്യൂസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയോണേ. ഇൻ 5 സെക്കൻഡ്സ്, അപ്പോൾ 5 സെക്കൻഡ്സ് ആദ്യത്തെ ടൈമിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഇൻ 5 സെക്കൻഡ്സ്, അപ്പോൾ 5 സ്ക്വയർ എന്നിട്ടാണോ 5 സെക്കൻഡ്സ്. ദ പാർട്ടിക്കിൾ കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 75 മീറ്റർ. അപ്പോൾ ഇവിടെ 75 വന്നിട്ടു. അപ്പോൾ ഇവിടുത്തെ മുകളിലത്തെ 2 വാല്യൂസ് കിട്ടും കേട്ടോ.
ഹൗ ഫാർ, എത്ര ദൂരം. അപ്പൊ ഇവിടത്തെ ദൂരം ഇല്ലാത്ത അത് എക്സ് എന്ന് കൊടുത്തു. ദ പാർട്ടിക്കിൾ കവേർഡ് ഇൻ 6 seconds, അപ്പൊ ഇവിടെ 6² എന്ന് കൊടുത്തു. ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ റൂൾ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ എക്സിനെ വലതുവശത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ 75-നെ ഈ വാല്യൂസിന്റെ റെസിപ്രോക്കൽ ഉണ്ട് അല്ലേ. അപ്പോൾ 6ന്റെ സ്ക്വയർ 36, 5ന്റെ സ്ക്വയർ 25. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 75നെ 36 കൊണ്ട് ഇതിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ 3 വന്നു. 3 × 36 എത്ര വന്നോളും? 108 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പറയാം ദാറ്റ് ഈസ് 108 മീറ്റേഴ്സ്. ഇതാണ് അതിൻ്റെ ബേസിക് ആപ്ലിക്കേഷൻ. ഇതിനെ ഇനി കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മോഡലിലേക്കും നമുക്ക് മാറ്റി ചിന്തിക്കാം. കോൺസെപ്റ്റ് ഇത് തന്നെ. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം യൂണിറ്ററി ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഹൗ ഫാർ ഇറ്റ് കവേർഡ് എന്നുള്ളതിലെ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ആ ദൂരത്തിനെ നമുക്ക് റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിലേഷനെ നേരിട്ട് തിരിച്ചിങ്ങനെ എഴുതി, ടൈം സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡ് ആയിരുന്നപ്പോൾ, അതായത് 5 സ്ക്വയർ, അപ്പോൾ കവർ ചെയ്ത ദൂരം 75. 6 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 6 സ്ക്വയർ എന്നിട്ട് വേണം കവർ ചെയ്യുന്ന ദൂരം എന്ത്? ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടി. 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ 75ആണ്. അതേ 3 കൊണ്ട് 36നെ ഗുണിച്ചാൽ മതി. അപ്പം ഇങ്ങനെ യൂണിറ്ററി ടൈപ്പ് ഓഫ് അപ്രോച്ചിലും നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഇവിടെയും കൺസിഡർ ചെയ്യുമ്പോൾ 36 × 3 എന്ന് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു 108. അപ്പോൾ ഈ ഒരു വേയിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിനെ അവിടെ അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഈ യൂണിറ്ററി മെത്തേഡിൻ്റെ ഒക്കെ അടിസ്ഥാനം ഡയറക്റ്റ് വേരിയേഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയോ, നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ചിന്തിക്കോ. Iron pole of 1.3 meters cast a shadow of length 1.5 meters. At the same time, when the shadow of a tree is 6 meters long, find the height of the tree. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ടൈമിലാകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ടൈം, അവിടെ ടൈം കോൺസ്റ്റന്റ് കേട്ടോ. എന്തുകൊണ്ടാണ്? ആ ഷാഡോയുടെ ലെങ്തിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. ഏതാണ്ട് ഒരേ ലൊക്കാലിറ്റിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ആനുപാതികമായിരിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അത് ഉണ്ടാക്കുന്ന ഷാഡോയും നിഴലുമായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത് ആനുപാതികമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുണ്ട് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ലെങ്ത് ഓഫ് ഷാഡോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്. മനസ്സിലായോ? ഇതാണ് സംഭവം. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഷാഡോയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആൻ അയൺ പോൾ ഓഫ് 1.3 meters കാസ്റ്റ് എ ഷാഡോ ഓഫ് ലെങ്ത് 1.5. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ് 1.5. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഹൈറ്റ് എത്രയാ, ലെങ്ത് എത്രയാ? 1.3 meters ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെൻ ദ ഷാഡോ ഓഫ് എ ട്രീ ഈസ് 6. അപ്പോൾ ഇത് 6. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഹൈറ്റ് ഓഫ് ദ ട്രീ റിലേഷൻ ഈ ഒരു ഫോമിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ എക്സ് എന്താണ്? അപ്പോൾ മനസ്സിലായി 1.3 × 6/1.5 എന്ന് കൊണ്ടുവരാം. 15 4 60 എന്നറിയാം. അപ്പോൾ 1.5 4 ടൈംസ് വരുന്നതാണ് 6. 13 4 എത്രയാ? 13 4 52 അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 5.2 മീറ്റർ എന്ന് കിട്ടിക്കോളൂ. 5.2 മീറ്റർ. അപ്പോൾ ഏതിനെയാണ് അവിടെ കണക്ട് ചെയ്യുന്നതെന്നുള്ള ശ്രദ്ധിച്ചോണം. അപ്പോൾ അവിടെ ലെങ്ത് ഓഫ് ദ ഷാഡോയും ഹൈറ്റുമാണ് നമ്മളവിടെ കണക്ട് ചെയ്തത്. മറ്റൊരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പാർഷ്യൽ വേരിയേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഡയറക്റ്റ് വേരിയേഷനിൽ തന്നെ വരുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിനെ ഒന്ന് മനസ്സിലാക്കിക്കോണം. ദ ഡെയിലി ഇൻകം ഓഫ് എ laborer is partly fixed and partly variable. The variable part varies with the number of his working hours in a day. By working 10 hours, he earns 600 in a day. While working 15 hours, he earns 800 in a day. Find his income when he works for 12 hours. അപ്പോൾ ഇത്ര ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ മനസ്സിലാക്കണം. 10 മണിക്കൂർ വർക്ക് ചെയ്ത അയാൾക്ക് 600 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. 10 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഇൻകം 600 രൂപ. ആ ഒരു ഡേറ്റയെ മാത്രം എടുത്തിട്ട് ചിന്തിച്ചേ. 10 മണിക്കൂർ ഇയാൾ വർക്ക് ചെയ്യുമ്പോൾ ഇയാൾക്ക് 600 രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് 1 മണിക്കൂറിൽ 60 രൂപ കിട്ടുന്നു എന്ന് ചിന്തിക്കാമോ? അത് ശരിയാണോ? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട്? 10 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 600 രൂപ. അപ്പോൾ 1 മണിക്കൂറിൽ 600/10
ഇല്ല, അങ്ങനെ ചിന്തിക്കരുത്, തെറ്റിപ്പോവും. അങ്ങനെ ചിന്തിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഡേറ്റ കണ്ടോ, ഇയാൾ 15 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ 800 കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ 15 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടണമായിരുന്നു? 10 മണിക്കൂറിൽ 60 ആണെങ്കിലേ 1 മണിക്കൂറിൽ 60 രൂപ വെച്ചാൽ 10 മണിക്കൂറിന് 600 രൂപ കിട്ടും. അപ്പോൾ 1 മണിക്കൂറിന് 60 രൂപ വെച്ചായിരുന്നെങ്കിൽ 15 മണിക്കൂർ 15 × 60 900 രൂപ കിട്ടണ്ടേ? പക്ഷെ അതിവിടെ കിട്ടിയില്ല, 800 രൂപ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഒരു ഭാഗം ഫിക്സ്ഡ് ആണ്, ബാക്കിയാണ് വേരിയും വരുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഇൻസെൻറ്റീവ് സിസ്റ്റം ഇല്ലേ എന്നുള്ള പോലെ. അപ്പോൾ ഇയാൾക്ക് ഒരു നോർമൽ വർക്കുണ്ട്, അതിനൊരു നോർമൽ വേതനവും ഉണ്ട്. അതിന് മുകളിലേക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് കിട്ടുന്നതാണ് ഇൻസെൻറ്റീവാണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഓവർ ടൈം ആയിട്ടുള്ള റെമ്യൂണറേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലായിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യേണ്ടത് ഇവ തമ്മിലുള്ള വ്യത്യാസം, അവേഴ്സിലുള്ള വ്യത്യാസം. അപ്പോൾ ഇയാൾ 5 മണിക്കൂർ കൂടുതലായിട്ട് ജോലി എടുത്താൽ 5 മണിക്കൂർ കൂടുതലായിട്ട് ജോലി എടുത്താൽ അയാൾക്ക് 200 രൂപ കൂടുതൽ കിട്ടും. അവിടെയാണ് വേരിയേഷൻ വർക്കാവുന്നത്. 5 മണിക്കൂർ അയാൾ കൂടുതലായിട്ട് 10 മണിക്കൂറിൽ നിന്ന് 15 മണിക്കൂറിലേക്ക് വന്നപ്പോൾ കാശിലുണ്ടായ, പ്രൈസിലുണ്ടായ, മീൻസ് അയാളുടെ റെമ്യൂണറേഷനിലുണ്ടായ വ്യത്യാസം 200 രൂപയാണ്. അതിനെ കണക്ട് ചെയ്തോണം. 5 മണിക്കൂർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 200 രൂപ കൂടുതൽ കിട്ടും. അങ്ങനെയെങ്കിൽ 2 മണിക്കൂർ കൂടുതലായിട്ട് വർക്ക് ചെയ്താലോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 2 മണിക്കൂർ കേട്ടോ, 2 മണിക്കൂർ കൂടുതലായിട്ട് വർക്ക് ചെയ്താലോ എത്ര രൂപ കിട്ടും? 5 മണിക്കൂറിന് 200 രൂപയാണെങ്കിൽ 2 മണിക്കൂറിന് എത്രയായിരിക്കും? അപ്പോൾ 5 മണിക്കൂറിന് 200. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 മണിക്കൂറിന് 200 രൂപ കൂടുതൽ കിട്ടും. 5 മണിക്കൂർ 200 രൂപ. അപ്പോൾ 1 മണിക്കൂർ 40 രൂപ, 2 മണിക്കൂർ 80 രൂപ. മനസ്സിലായോ? 2 മണിക്കൂറിന് കൂടുതലായിട്ട് കിട്ടുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിക്കോണം, ഇങ്ങോട്ടൊരു 80 കൂടും. അപ്പോൾ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 680 ആയിരിക്കുമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തോന്നോളും? 680. ഇതാണ് ഈ പാർഷ്യലി ഫിക്സ്ഡ് ആൻഡ് പാർഷ്യലി വേരിയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റൈൽ. എളുപ്പമാണ് കാര്യം, ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത്തരം ക്വസ്റ്റ്യൻസിൽ ആൻസറിലേക്ക് വരാൻ നോക്കിക്കോ. ഇത് സിമിലർ ടൈപ്പ് ഓഫ് വൺ മോർ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ദ മന്ത്ലി താരിഫ് ഓഫ് എ DTH provider consists of 2 parts, a fixed part for providing the service and a variable part which varies with the number of channels opted for. The monthly tariffs of 2 customers who opted for 30 channels and 50 channels are rupees 350 and 450 respectively. Find the monthly tariff in rupees of a customer who opted for 60 channels. അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന കേബിൾ TV കണക്ഷൻസ്, അല്ലെ ഇതേപോലത്തെ DTH കണക്ഷൻ. അപ്പോൾ അതെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബേസിക് സർവീസ് ചാർജ് ഉണ്ട്, പ്ലസ് നമുക്ക് എത്ര ചാനൽ എടുക്കുന്നു അതിനനുസരിച്ച്. ഇപ്പം നമുക്ക് പ്രായോഗികമായിട്ട് അറിയാം, ഓരോ ചാനലിനും ഡിഫറെൻറ്റ് പ്രൈസ് ആണല്ലോ. ഇവിടെ ഈ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ചാനലിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഈ പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് എ പ്രൊപ്പോർഷനേറ്റ് വേരിയേഷൻ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തോണം. അപ്പം അങ്ങനെ വന്നെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ ദ മന്ത്ലി താരിഫ് ഓഫ് 2 customers who opted for 30 channels. അപ്പോൾ ഒരാൾ 30 ചാനൽസ് ഒപ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ താരിഫ് എന്ന് പറയുന്നത് 350 ആണ്, rupees 350. മറ്റൊരാൾ 50 ചാനൽസ് ഒപ്റ്റ് ചെയ്തു. ഇപ്പോൾ 50 ചാനൽസ് ഒപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ മന്ത്ലി താരിഫ് വന്നിട്ട് rupees 450 ആണ്. 450 ആണ്. അപ്പോൾ നമ്മൾ നോക്കി, 30 ചാനലിൽ നിന്ന് 40 ചാനലിലേക്ക് വന്നപ്പോൾ ഒരു 20 ചാനലിൻ്റെ വർധനവില്ലേ? അപ്പോൾ ഇവിടെ എന്താ കൂടിയത്? 350 450 ആയെന്ന് പറഞ്ഞ ഒരു 100 രൂപ കൂടിയില്ലേ? 100 രൂപ കൂടി. അപ്പോൾ നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ മന്ത്ലി താരിഫ് ഓഫ് എ കസ്റ്റമർ ഹു ഒപ്റ്റഡ് ഫോർ 60 ചാനൽസ്. ഇവിടെ 60 ചാനൽസ് ആണ് ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ 60 ചാനൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇവിടെ കിട്ടി, ഒരു 10 ചാനൽ കൂടുതൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര രൂപ കൂടും? ഇതാണ് നമുക്ക് നോക്കട്ടെ. 20 ചാനൽ കൂടുതൽ ഒപ്റ്റ് ചെയ്താൽ 100 രൂപ. 10 ചാനൽ കൂടുതൽ ഒപ്റ്റ് ചെയ്താൽ അപ്പോൾ 50 രൂപ കൂടിയാൽ പോരെ? ഏതിൽ നിന്ന് കൂടണം? 480 നിന്ന് കൂടണം കേട്ടോ. 480
50 കൂട്ടണം. അപ്പം 450 50 കൂട്ടി എത്ര തോന്നോളും? 500. അപ്പം നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 500. അപ്പം ഇങ്ങനെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ അതാണ് പാർഷ്യലി വേരിയും പാർഷ്യലി ഫിക്സ്ഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. The area of an umbrella varies directly as the square of its radius. If the radius of the umbrella is doubled, how much will be the area of the umbrella? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് an umbrella directly varies as the square of its radius. അപ്പോൾ ഏരിയ is directly vary with the square of its radius. അപ്പോൾ കാര്യം നമുക്കറിയാം, ഈ അംബ്രല്ലയുടെ ഏരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഫ്രെയിം സർക്കുലർ ആയിട്ടുള്ള റീജിയൻ്റെ ഏരിയയെ കുറിച്ചാണ് കേട്ടോ. അതൊരു സർക്കിൾ അല്ലേ, πr സ്ക്വയർ ആയിരിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, നേരത്തെ പഠിച്ചില്ലേ, അതായത് ഇങ്ങനെ ഇതിനെ നമുക്ക് ഈക്വൽ ആക്കണമെങ്കിൽ k×r² എന്ന് എഴുതുമെന്ന്. ഇവിടുത്തെ k ആണ് പൈ എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലായില്ലേ? πr² എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, പകരം ഇങ്ങനെ ചിന്തിച്ചു, റേഡിയസിനുണ്ടാകുന്ന മാറ്റം ഏരിയയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, റേഡിയസിലുണ്ടാകുന്ന മാറ്റം. ഇപ്പോൾ റേഡിയസിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദ അംബ്രല്ല ഇസ് ഡബിൾഡ്. റേഡിയസ് ഡബിൾഡ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോണം, നേരത്തെ 1 ആയിരുന്നു, ഇപ്പം 2 ആയി എന്നങ്ങ് ചിന്തിച്ചോ. റേഷ്യോ ആയിട്ട് സങ്കല്പിച്ചാൽ മതി, റേഡിയസ് ഇരട്ടിയായി. അപ്പോൾ ഏരിയയിൽ എന്താ മാറ്റം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ ആണെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഐഡിയ കിട്ടിയോ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1 സ്ക്വയറും 2 സ്ക്വയറും എടുത്താൽ മതി. 1 സ്ക്വയർ, ഇപ്പോൾ 1 സ്ക്വയർ 1 എന്ന് വന്നു, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്ന്. അപ്പോൾ 1:4 എന്ന് കിട്ടി. എന്താകൊണ്ട് മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് ഏരിയയുടെ 4 മടങ്ങാണ് സെക്കൻഡ് ഏരിയ, ഫസ്റ്റ് ഏരിയയുടെ 4 ടൈംസ് ആണ് സെക്കൻഡ് ഏരിയ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് ഈ ഒരു റേഷ്യോ ഫോമിൽ നമുക്ക് കണക്ട് ചെയ്ത ആൻസറിലേക്ക് വന്നാൽ മതി. മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് കേട്ടോ. SSC ചോദിച്ചിട്ടുണ്ട്, ബാങ്ക് ചോദിച്ചിട്ടുണ്ട്, വിവിധ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. The value of a diamond is directly proportional to the square of its weight. Such one diamond had fallen and broken into 3 pieces of weights in the ratio 2:3:5. The value of the diamond before breakage was 1 lakh. Then what is a loss incurred due to the breakage? അപ്പം നമുക്കിതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള പീസ് 2, 3, 5 ആണല്ലേ, 2, 3, 5. ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നപ്പോഴോ 5, 3, 8, 2, 10 ആയിരുന്നു. അപ്പോൾ ഈ 10 ഗ്രാമുള്ള ഒരു ഡയമണ്ട്, 10 ഗ്രാമുള്ള ഒരു ഡയമണ്ട് താഴെ വീണ് പൊട്ടി. ഇതാണ് സംഭവം. അങ്ങനെ വിഷ്വലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ വാല്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എടുക്കുകയാണ്, വെയിറ്റിൻ്റെ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാല്യൂ. വാല്യൂ ഇൻ ദ സെൻസ് പ്രൈസ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് വെയിറ്റിൻ്റെ സ്ക്വയർ 10 ആയിരുന്നപ്പോൾ 10 സ്ക്വയർ 10 ആയിരുന്നപ്പോൾ 10 സ്ക്വയർ ആകുമ്പോൾ 100 എത്രയായിരുന്നു? 1 lakh ആയിരുന്നു അല്ലേ? 10 ആയിരുന്നപ്പോൾ അതിൻ്റെ വില 1 lakh രൂപ ആയിരുന്നു. എന്നാൽ 3 പീസായി. 3 പീസാകുമ്പോൾ മനസ്സിലാക്കാം, ഇപ്പോൾ 2 സ്ക്വയറിന് കറസ്പോണ്ട് ഒരു വിലയുണ്ടാവും, 3 സ്ക്വയറിന് കറസ്പോണ്ട് ഒരു വിലയുണ്ടാവും, 5 സ്ക്വയറിന് കറസ്പോണ്ട് വിലയുണ്ടാവും. അപ്പോൾ ഇതിനെ 3നെയും കൂടെ ചേർത്ത് ചിന്തിച്ചു. 2 സ്ക്വയറിൻ്റെ വില, 3 സ്ക്വയറിൻ്റെ വില, 5 സ്ക്വയറിൻ്റെ വില എന്ന് ചിന്തിച്ചു. അപ്പോൾ 2 സ്ക്വയർ നമുക്ക് മനസ്സിലായി 4 ആണ്. 4 + 9 + 25. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ 4 + 9 എന്ന് പറയുമ്പോൾ 13 + 25 എന്ന് പറഞ്ഞപ്പോൾ തന്നെ 38 എന്ന് പറഞ്ഞാൽ 38. അപ്പോൾ 38 എന്തായിരിക്കും? അപ്പോൾ 100 എന്ന് സൂചിപ്പിച്ച 1 lakh ആണെങ്കിൽ 38 എന്ന് പറയുന്നത് എന്തായിരിക്കും? 38,000 ആയിരിക്കും അല്ലേ? 100 എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ 38 സൂചിപ്പിക്കുന്നത് എന്താ? അപ്പോൾ ഈ 3 പീസുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന 38,000 രൂപയുള്ളൂ. അപ്പോൾ ഓർക്കണം, സ്ക്വയേഴ്സ് സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്തു. അപ്പോഴാണ് സംഭവിച്ചത്. ഇപ്പം 10ൻ്റെ സ്ക്വയർ എടുത്താൽ 100 ആയിരുന്നു, അത് സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും. എന്ത് കുറഞ്ഞു എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് കുറഞ്ഞത് നമ്മൾ നോക്കി. 1 ലക്ഷം കിട്ടേണ്ടിടത്ത് 1 lakh കിട്ടേണ്ടിടത്ത് 38,000 ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറവ് 62,000 അല്ലേ? സോ ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ ആ കുറവ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ദ ആൻസർ ഈസ് 62,000. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചോണം.
അടുത്ത നമുക്കപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഇൻവേഴ്സ് വേരിയേഷനെ കുറിച്ച്. അപ്പോൾ ഡയറക്റ്റ് വേരിയേഷനെ കുറിച്ച് പറഞ്ഞു. ഡയറക്റ്റ് വേരിയേഷൻ ഒരു കമ്പണന്റ് കൂടുന്നതനുസരിച്ച് മറ്റേ കമ്പണന്റും കൂടണം ആനുപാതികമായിട്ട്. ഇനി ഒരു കമ്പണന്റ് കൂടുന്നതനുസരിച്ച് മറ്റേ കമ്പണന്റ് കുറഞ്ഞാൽ, ഒരു കമ്പണന്റ് കൂടി അപ്പോൾ മറ്റേ കമ്പണന്റ് കുറഞ്ഞു, അതാണ് ഇൻവേഴ്സ് വേരിയേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. എ കാർ ഈസ് ട്രാവലിംഗ് അറ്റ് 40 km/h ക്യാൻ കവർ എ സർട്ടൻ ഡിസ്റ്റൻസ് ഇൻ 3 hours. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി, കാറ് 40 km/h പോകുന്ന കാറ് അത് 3 മണിക്കൂർ കൊണ്ട് ഒരു ദൂരം കടക്കും. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മനസ്സിലായി, 40 × 3 120 കിലോമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്, മനസ്സിലായിക്കോണം. 120 കിലോമീറ്റർ. ഫൈൻഡ് ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് 60 km/h. അപ്പോൾ 60 km/h പോകുന്നത് എങ്കിൽ എത്ര സമയം എടുക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ കമ്പോണന്റ് സ്പീഡ് കൂടി, സ്പീഡ് കൂട്ടിയാൽ ടൈം കുറവല്ലേ വേണ്ടൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു സൈഡ് കൂടുമ്പോൾ മറ്റേ സൈഡ് കുറയുന്നു. അത്തരം വേരിയേഷൻസിനെയാണ് ഇൻവേഴ്സ് വേരിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു കമ്പോണന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ കമ്പോണന്റ് ഡിക്രീസ് ചെയ്യും. ഇവിടെ നമുക്കറിയാം 120 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ 2 എന്നല്ലേ വരിക. അപ്പോൾ 2 hours ആണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ സ്പീഡ് 1 സ്പീഡ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇത് 2/3 അല്ലേ. ഇവിടെ നേരെ തിരിഞ്ഞു പോയില്ലേ, 3/2, 3 ഇത് 2 ഇത്. ഇപ്പൊ സ്പീഡ് 1 സ്പീഡ് 2 എന്ന് പറയുന്ന ടൈം 2 ടൈം 1 തുല്യമായി, നേരെ തിരിച്ചു. കൂടാതെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവയുടെ പ്രോഡക്റ്റിന് തുല്യമായി. ശ്രദ്ധിച്ചോ, അതായത് സ്പീഡ് 1 × ടൈം 1 ഈക്വൽ ടു സ്പീഡ് 2 × ടൈം 2. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇൻവേഴ്സ് വേരിയേഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്രോഡക്ട്സ് ആർ ഈക്വൽ. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു വേയിലാണ് ഇൻവേഴ്സ് വേരിയേഷനെ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്താ സംഭവം എന്നുള്ളത്. ഇഫ് എ കമ്പോണന്റ് എക്സ് ഈസ് ഇൻവേഴ്സ്ലി വേരിയിങ് വിത്ത് അനദർ കമ്പോണന്റ് വൈ, then x and y are in inverse variation. It can be expressed as, ഇൻവേഴ്സ് വേരിയേഷന് വേറെ പ്രത്യേകിച്ച് ചിഹ്നമില്ല, മുമ്പ് ഉപയോഗിച്ച ആൽഫ സൈൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് കാണിച്ചാൽ മതി. എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്നാണ് ഇത് വായിക്കുക. ദാറ്റ് ഈസ്, ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു 1/y. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ദിസ് വി ക്യാൻ റിട്ടേൺ ഇൻ എ സിമ്പിൾ ഫോം k/y. എന്താ ഇപ്പോൾ കെ എന്ന് പറഞ്ഞ? കെ ഈസ് അഗെയിൻ ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ആൻഡ് ഇവിടുത്തെ റേഷ്യോ വൈസ് റിലേഷനെ കൺസിഡർ ചെയ്തു. അതിൻ്റെ സബ് കമ്പോണൻസ് ആണ് x1/x2. ഇപ്പുറത്ത് എന്ത് കൊടുത്തോണം? y2/y1. ഇതാണ് ഇവിടുത്തെ ബേസിക് റിലേഷൻ. കൂടാതെ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം x1 × y1 ഈസ് ഈക്വൽ ടു x2 × y2 ആയിരിക്കും. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ഹൊറിസോണ്ടൽ പ്രോഡക്ട്സിന്റെ കോൺസെപ്റ്റില്ലേ, ആണ് ഈ പറഞ്ഞത്. x1 × y1 ഈക്വൽ ടു x2 × y2. അപ്പം ഇതിനെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നോക്കാം. If y varies inversely as x, y varies inversely as x. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ y varies inversely as x ഇങ്ങനെ എഴുതുകയോ അല്ലെങ്കിൽ x varies inversely as y എന്ന് എഴുതുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കൊണ്ടുവരേണ്ട റിലേഷൻ അപ്പോൾ ഇങ്ങനെയുള്ളൂ. y1/y2 എന്ന് പറഞ്ഞാൽ അത് x2/x1 ആയിരിക്കും. ഓർഡർ തിരിഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചോണം. പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്തു, ഇത് വൈയുടെ പോർഷൻ, ഇത് എക്സിൻ്റെ പോർഷൻ എന്ന് കരുതിക്കോ. y32, ഇപ്പോൾ 32 എന്നുള്ള ഡേറ്റ എടുത്തു. വെൻ x ഈക്വൽ ടു 3, ആ എക്സ് എവിടെ എഴുതണം? ഇവിടെ താഴെ എഴുതിക്കണം. വെൻ y ഈക്വൽ ടു 32, x ഈക്വൽ ടു 3. ഫൈൻഡ് എക്സ്, അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ y ഈക്വൽ ടു 15. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 32 × 3/15 അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി 32/5 എന്ന് കിട്ടി. 32/5. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു x1 × y1 ഈക്വൽ ടു x2 × y2. അപ്പോൾ ഇത് എക്സിൻ്റെ കോളം, ഇത് വൈയുടെ കോളമാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ y 32 ആണ്, ആ സമയത്ത് x 3 ആണ്. ഫൈൻഡ് എക്സ്. അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഇതിനെ ക്യാപിറ്റൽ എക്സ് എന്നും
ക്യാപിറ്റൽ വൈ എന്നും സൂചിപ്പിച്ചു. ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ. ഇൻവേഴ്സ് വേരിയേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തോണം. ഇത് 3 ഇത് 32. ഇത് എക്സ്, സ്മോൾ ലെറ്റർ എക്സ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ 15 ആയിരിക്കുമ്പോൾ എന്ത്? ഇവ ഇൻവേഴ്സ് വേരിയേഷനിലായതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവയുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. മനസ്സിലായ? ഹൊറിസോണ്ടൽ പ്രോഡക്ട്സ് ആർ ഈക്വൽ. x1 × y1 = x2 × y2. അപ്പൊ നമുക്കിവിടെ കിട്ടി 15 എക്സ് എന്ന് പറയുന്നതാണ് 3 × 32. അപ്പൊ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ 3 × 32/15. അങ്ങനെയാണത് 32/5 എന്ന് കിട്ടുന്നത്. 32/5. അപ്പൊ അതാണ് അവിടുത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. The frequency of a vibrating guitar string varies inversely as its length. അപ്പോൾ frequency inversely as its length ആണ്. മനസ്സിലായോ? Suppose the guitar string is 0.65 meters. അപ്പോൾ നമ്മൾ ഈ റിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും ലെങ്ത്തുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരിക. ഇത് 0.65 ആണ് എന്ന് കരുതുക. ലോങ് വൈബ്രേറ്റ്സ് 4.3 times per second. അപ്പോൾ ഇത് 4.3 എന്നിട്ടാണ്. അപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ള സ്ട്രിങ് 4.3 times a second. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? അപ്പോൾ ഫ്രീക്വൻസി എക്സ് എന്ന് വിളിക്കാം. ഇവിടെ സ്ട്രിങ് 0.5 meter ലോങ്, 0.5 meter ലോങ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇൻവേഴ്സ് വേരിയേഷൻ ആണ്. ഇൻവേഴ്സ് വേരിയേഷൻ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ്. അപ്പോൾ ആ റിലേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അപ്പോൾ 0.5 × x ഈസ് ഈക്വൽ ടു 4.3 × 0.65. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തോണം? ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്യുമ്പോൾ സോ ദിസ് ഈസ് 4.3 × 0.65. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമോ? എക്സ് ഈസ് ഈക്വൽ ടു 4.3 × 0.65 ഡിവൈഡഡ് ബൈ 0.5. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയായിരിക്കും സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുക? ഇവിടെ നമുക്കിതിനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 0.5 0.65 നമുക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ എന്ന് പറയുന്നത് എത്രയെന്നോളം 1.3 എന്ന് വരും അല്ലേ? 1.3. അപ്പം 43 × 13 കുറിച്ച് ചിന്തിച്ചാൽ മതി. 43 × 13 അവസാനിക്കുന്ന 9-ലാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചോ. അപ്പോൾ എന്ത് വന്നോളൂ നമ്മുടെ ആൻസർ? സോ ദ ആൻസർ ഈസ് 5.59 എന്ന് കിട്ടിക്കോളൂ. 5.59. അപ്പോൾ ഈ രീതിയിൽ ആണ് അവിടെ അപ്പം അതിനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ള ഓർത്തോണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഫ്രീക്വൻസിയുമായിട്ട് ഒരു ഇൻവേഴ്സ് വേരിയേഷനിലാണ്. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഇൻവേഴ്സ് വേരിയേഷൻ എന്ന് പറയുന്ന വൈബ്രേറ്റിംഗ് ഗിറ്റാർ സ്ട്രിങ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ഇറ്റ്സ് ലെങ്ത് എന്നേ ഉള്ളൂ. സ്ക്വയർ ഓഫ് ലെങ്ത് എന്നോ ക്യൂബ് ഓഫ് ലെങ്ത് എന്നോ ഒന്നുമില്ല. അപ്പം ഡയറക്റ്റ് നമുക്ക് അതിനെ ഈ രീതിയിൽ കണക്ട് ചെയ്യാം. മറ്റൊന്ന് നോക്കിയോ, എക്സ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ സ്ക്വയർ ഓഫ് വൈ. അപ്പോൾ ഇവിടെ എക്സും വൈ സ്ക്വയറുമായിട്ടുള്ള റിലേഷൻ പറയുകയാണ് കേട്ടോ. എക്സ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ ഓഫ് വൈ. അപ്പോൾ ഇനി ഞാൻ അതിനെ സൗകര്യാർത്ഥം എങ്ങനെ എഴുതുകയാണ്? എക്സ് എന്നും വൈ സ്ക്വയർ എന്നും എഴുതി. വെൻ വൈ ഈസ് 2, ഇപ്പോൾ വൈ ഈസ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് ചിന്തിച്ചോണം. എക്സ് ഈസ് 48. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഫൈൻഡ് എക്സ് വെൻ വൈ ഈസ് 4. അപ്പോൾ അതിനെ 4 സ്ക്വയർ എന്ന് എഴുതും. ഇൻവേഴ്സ് വേരിയേഷൻ ആയതുകൊണ്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ്. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്താൽ ഇത് 16 ആണ്. 16 × x ഈസ് ഈക്വൽ ടു 48 × 4. അപ്പോൾ എക്സ് എന്താണ് എന്ന് നമ്മൾ നോക്കി. അപ്പം 48 × 4/16. അപ്പോൾ ഈ 16 ഇവിടെ കട്ട് ചെയ്യാൻ 3 ആണ്. 3 × 4 12 എന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിവിടെ 12 എന്നുള്ള റിലേഷൻ കിട്ടി. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഹൊറിസോണ്ടൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഫോം കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ x1/x2 = y2/y1. ഇവിടെ സ്ക്വയർ ആണ് കേട്ടോ. y2² എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത സിമിലർ ടൈപ്പ്, വൺ മോർ ക്വസ്റ്റ്യൻ. ദ കറന്റ് ഇൻ എ സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഒന്നീ ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ്, ഇല്ലെങ്കിൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒന്നുകൂടെ പറയാം. കറന്റ് 1 ഈസ് ടു കറന്റ് 2 ഇവിടെ തിരിച്ചിട്ടോണം. റെസിസ്റ്റൻസ് 2 ഈസ് ടു റെസിസ്റ്റൻസ് 1. അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി വാല്യൂസിനെ അവിടെ ഫില്ല് ചെയ്യാം. ഇഫ് ദ കറന്റ് ഈസ് 80 amps, the resistance is 50 ohms.
അപ്പം അതിവിടെ താഴെ ഇട്ടു. ഫൈൻഡ് ദ കറന്റ് കണ്ടുപിടിക്കണം. സി ആണ് കണ്ടുപിടിക്കണേ. വെൻ ദ റെസിസ്റ്റൻസ് ഈസ് 40 ohms. ഇത് 40 ohm. ഇവിടെ എക്സ് എന്ന് കൊടുത്തു, ഡിനോമിനേറ്റർ എക്സ്. ഇപ്പം എക്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി 80 × 50/40. അപ്പം ഈ 40ഉം 80 വെട്ടി 2 × 50, സോ ദാറ്റ് ഈസ് 100. അപ്പോൾ അത് 100 amps ആണ് എന്ന് മനസ്സിലാക്കണം. ഇൻവേഴ്സ് വേരിയേഷൻ്റെ നേരിട്ടുള്ള ആപ്ലിക്കേഷൻ എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നോക്കിയോ, മറ്റൊരു ആപ്ലിക്കേഷൻ നോക്കി. ഇൻ എ garrison 2400 men, the provisions were sufficient for 3 weeks at the rate of 1.5 kilogram per man per day, but some more men joined. The provisions were then sufficient for 15 days at the rate of 1.8 per kilogram man per day. How many men joined? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡേറ്റ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. 2400 പേരുണ്ടായിരുന്നു. അവർക്ക് എത്ര നാളത്തേക്ക് ഈ ഭക്ഷണ സാമഗ്രികളൊക്കെ തികയും എന്നുള്ളതാണ്. അവർക്ക് 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 21 ദിവസം കേട്ടോ. 21 ദിവസം. എത്ര വെച്ച്? ഒരാൾക്ക് 1.5 എന്ന് പറയുന്നത് 1.5 എന്നിട്ടാൽ മതി, 5 കിലോഗ്രാം വീതം. എന്നാൽ അപ്പം ഇതാണ് ആകെ ഉണ്ടായിരുന്ന ഫുഡിൻ്റെ അളവ് കേട്ടോ. ആകെ ഉണ്ടായിരുന്ന ഫുഡിൻ്റെ അളവ്. അപ്പോൾ 2400 പേർക്ക് 21 ദിവസത്തേക്ക് 1.5 കിലോഗ്രാം വെച്ച് ഉപയോഗിക്കാനുണ്ടായിരുന്നു. എന്നാൽ അവിടെ പുതുതായിട്ട് കുറച്ച് പേര് ജോയിൻ ചെയ്തു. അപ്പോൾ 2400ൻ്റെ കൂടെ എക്സ് എന്നിട്ടു. ഇതാണ് പുതുതായിട്ട് വന്നവർ. ഇവർക്ക് എത്ര നാളത്തേക്കേ ഉള്ളൂ? ഇത് 15 ദിവസത്തേക്കേ ഉള്ളൂ. 15 ദിവസം. എത്ര കിലോഗ്രാം വീതം? 1.8 കിലോഗ്രാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം. 2400 പ്ലസ് എക്സിനെ മാത്രം ഒരിടത്ത് ഒറ്റപ്പെടുത്തി ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ഇത് 2400 × 21 × 1.5 ഡിവൈഡഡ് ബൈ 15 × 1.8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെസിമലിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഈ 15നെയും 18നെയും നമ്മൾ അങ്ങനെ അങ്ങാക്കി. ഇത് 15 18. ഇത് ഈ 15നെ ഇവിടെ കട്ട് ചെയ്തു കിട്ടിയല്ലോ. ഇനി 18 കൊണ്ടുള്ള ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 7 21, 6 3 18. ഇനി 6 കൊണ്ട് ഇവിടെ കട്ട് ചെയ്തു. 6 4 24 400. അപ്പോൾ ഫൈനലി നമുക്കത് മനസ്സിലായി 2800 അല്ലേ. ഇത് 2800. അപ്പോൾ ഓർത്തോണം 2400 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2800. അപ്പോൾ എന്താണ് എക്സ് എന്ന് നമ്മൾ കൊണ്ടുവരിക. ഇത് 2800 മൈനസ് 2400. അപ്പം നമുക്കിവിടെ കിട്ടുക 400. ഇപ്പം ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് 400 മെമ്പേഴ്സാണ്. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതി മനസ്സിലാക്കണം. ഇക്വേറ്റ് ചെയ്തത് ക്വാണ്ടിറ്റി ഓഫ് ഫുഡിനെയാണ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്തത്. കാരണം അതൊരു ഇൻവേഴ്സ് വേരിയേഷൻ സിറ്റുവേഷനാണ്. എന്തുകൊണ്ടാണ്? ആളുകളുടെ എണ്ണം കൂടുകയും കൺസംഷൻ കൂടുകയും ചെയ്യുമ്പോൾ ഡേയ്സ് കുറയും. ഇതെല്ലാം ഇൻവേഴ്സ് വേരിയേഷൻ കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഫുഡിലേക്ക് നമ്മൾ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയോ, ദാറ്റ് ഈസ് ജോയിന്റ് വേരിയേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇൻവേഴ്സും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരിക. ഇഫ് എ കമ്പോണന്റ് എക്സ് ഈസ് ഡയറക്ട്ലി വേരിയിങ് വിത്ത് അനദർ കമ്പോണന്റ് വൈ. ഇപ്പം നമ്മളിങ്ങനെ പഠിച്ചു. നമ്മൾ പറയുകയാണ് ഇഫ് എക്സ് ഈസ് ഡയറക്ട്ലി വേരിയിങ് വിത്ത് വൈ. എപ്പോഴാ? വെൻ ദ തേർഡ് കമ്പോണന്റ് ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ പറയുകയാണ് വെൻ ഇസഡ് ഈസ് കോൺസ്റ്റന്റ്. Z is constant. And അടുത്ത എന്ത് വന്നു? X is inversely varying with Z. X is inversely varying with Z when Y is constant. When Y is constant. ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ദെൻ ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയാം.
എക്സ് ഈസ് ഡയറക്ട്ലി വേരിയിങ് വിത്ത് വൈ ബൈ ഇസഡ്. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഒരെണ്ണം ഡയറക്റ്റ് വേരിയേഷനോ ഒരെണ്ണം ഇൻവേഴ്സ് വേരിയേഷൻ ആയിരിക്കണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. രണ്ടും ഡയറക്റ്റ് ആകാം, രണ്ടും ഇൻവേഴ്സ് ആകാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം രണ്ടിനും കൂടെ ഉൾക്കൊള്ളിക്കാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് എക്സ് വൈ ഇസഡ് ആർ ഇൻ എ ജോയിൻറ്റ് വേരിയേഷൻ. ഇടറ്റ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എഴുതാം. അപ്പോൾ നമുക്ക് പറയാം ദേ ആർ ഇൻ എ ജോയിൻറ്റ് വേരിയേഷൻ. ഇതാണ് ജോയിൻറ്റ് വേരിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നോക്കിയോ. ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നത്, അതായത് രണ്ടിൽ കൂടുതൽ കമ്പണൻസിനെ ഒന്നിച്ച് ചേർത്ത് പറയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി വെൻ സി ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി വെൻ സി ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ്സ് എ ഡിഫോൾട്ട് ഐഡിയ. മൂന്നാമത്തെ കമ്പണൻറ്റ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി അടുത്ത എന്താ പറഞ്ഞേ, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി. അപ്പോൾ ഇതേ എ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി ആണ് വെൻ ബി ഈസ് കോൺസ്റ്റന്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ബൈ സി അല്ലേ. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ബൈ സി. അപ്പം ഇവിടെ നമുക്ക് ഇതുകൊണ്ട് എന്താണ് റിലേഷൻ എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ദെർഫോർ A1 by A2 is equal to B1 by B2 into C2 by C1 എന്ന് എടുത്തോണം. കാര്യം എന്താ, സി മാത്രമല്ല ഇവിടെ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. ദാറ്റ്സ് ഇൻവേഴ്സ് ഫോം. അപ്പം ഇങ്ങനെയാണ് ആ റിലേഷൻ വരിക. അപ്പോൾ ഇതിലേക്ക് ഇനി വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാത് വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. എയുടെ വാല്യൂ 48, എ 48 ഈക്വൽ ടു ബി എന്താണ് വന്നിരിക്കുന്നത്, ബി എന്ന് പറയുമ്പോൾ 6. അപ്പോൾ ഇവിടെ വാല്യൂസിനെ കൊടുക്കുന്ന ശ്രദ്ധിച്ചോണം. ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു, ബിയുടെ വാല്യൂ 6. സി എത്രയാ, 9. സി എവിടെയാണ് കൊടുക്കേണ്ടത്, C1 എന്ന് പറഞ്ഞത് ഇവിടെയാണ്. C1 9. ഇനി നേരെ തിരിച്ച് നമുക്കിനി എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എയുടെ വാല്യൂ എക്സ് എന്ന് കൊടുത്തു. വെൻ ബി ഈക്വൽ ടു 5, അപ്പോൾ ബി 5 ആണ്. സി എത്രയാണ്, സി ഈസ് 75. അപ്പോൾ അത് ഇവിടേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൽ നിന്ന് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാവുന്നൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തു. ഇവിടെ 5 കൊണ്ട് ഇവിടെ കട്ട് ചെയ്തു. 5 കൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 5 ആണല്ലേ. അപ്പം ഇനി ഇതിനെ 3 കൊണ്ട് വേണേൽ കട്ട് ചെയ്യാം. ഇത് 3 ഇൻറ്റു 5 ആണ്, ഇത് 3 ഇൻറ്റു 3 ആണ്. ആ 3 കൊണ്ട് ഇവിടെ കട്ട് ചെയ്തു, 2 എന്നും വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന 48 ബൈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന 10 എന്നാണ് വന്നിരിക്കുന്നത്. 48 by x is equal to 10. Therefore, x is equal to 48 by 10 എന്ന് വന്നു. So that is 4.8 എന്ന് കിട്ടും. 4.8. ഇതല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷൻ ഇതപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. എന്താണ് അതിൻ്റെ വർക്കിംഗ് റൂളും എങ്ങനെയാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. If x varies as the cube of y, അപ്പോൾ x varies as the cube of y and y varies as the fifth root of z. അപ്പോൾ y varies as the fifth root of z. ഈ fifth root of z-നെ എങ്ങനെ എഴുതുന്നത്, അത് ഇങ്ങനെ എഴുതും അല്ലേ. ഓർ ഈ fifth root of z-നെ തന്നെ മറ്റൊരു രീതിയിൽ എഴുതാം. അപ്പോൾ ഇതിനെ തന്നെ പറയുകയാണ് y varies z raised to 1/5 എന്നും എഴുതാം കേട്ടോ. അപ്പം ഇവിടെ ഇത് രണ്ടും ഡയറക്റ്റ് വേരിയേഷനാണ്. എക്സ് വേരീസ് ആസ് ദ ക്യൂബ് ഓഫ് വൈ, അപ്പം ഇൻവേഴ്സ്ലി അല്ല, ഡയറക്റ്റാണ്. അതുപോലെ വൈ വേരീസ് ആസ് ദ ഫിഫ്ത്ത് റൂട്ട് ഓഫ് ഇസഡ്, അത് ഇൻവേഴ്സ്ലി അല്ല, ഡയറക്റ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഈ എക്സും ഈ പറഞ്ഞ എക്സ്പ്രഷനായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വൈയുടെ സ്ഥാനത്തേക്ക് ഇസഡിൻ്റെ വേർഷൻ കൊടുക്കുന്നതായിട്ട് കരുതിക്കൂ. അപ്പോൾ നമ്മളിവിടെ അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാണ്. വൈക്ക് പകരം എന്തെന്ന് കൊടുത്തു, ഇസഡ് റൈസ് ടു 1/5. ഇവിടെ പക്ഷേ വൈ ക്യൂബ് എന്നല്ലേ, ഇപ്പോൾ റൈസ് ടു 3 എന്നും കൊടുത്തോ. എന്താ നമ്മൾ ചെയ്തേ, വൈയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഇസഡ് റൈസ് ടു 1/5 അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തേ. കാരണം ഇവിടെ രണ്ടും ഈ പറഞ്ഞ വേരിയേഷൻ റിലേഷൻ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിടത്തും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇസഡ് റൈസ് ടു 3/5 എന്ന് വന്നില്ലേ, 3/5. അപ്പം ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ആ എന്ത് പവർ എന്താണ്, n എന്ന് പറയുന്നത് എന്തായിരിക്കും, 3/5 എന്നായിരിക്കും. ആ പവർ എന്താണെന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ തന്നെ മറ്റൊരു അഡ്വാൻസ്ഡ് മോഡൽ ക്വസ്റ്റ്യൻ, അപ്പോൾ അതുകൂടെ നമുക്ക് അവിടെ നോക്കാം. ഫൈനലി കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. മറ്റൊരു ട്രിക്കി ടൈപ്പ് ക്വസ്റ്റ്യൻ, SSCയുടെ മറ്റൊരു CGL ടൈപ്പ് ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ് മോഡലാണ്. ഇവിടെ 2 കമ്പോണൻസ് വരുന്ന ടൈപ്പ്. അപ്പോൾ ഇവിടെ
എ ക്വാണ്ടിറ്റി പി വേരീസ് ഡയറക്ട്ലി ആസ് ദ സം ഓഫ് എ ആൻഡ് പി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, പി ഈസ് ഡയറക്ട്ലി വേരീസ് വിത്ത് ദി സം ഓഫ് എ ആൻഡ് ബി. അപ്പം ഇങ്ങനെ വന്നു, സം ഓഫ് എ ആൻഡ് ബി. എ വേരീസ് ഡയറക്ട്ലി ആസ് വൈ. അപ്പോൾ എ വേരീസ് ഡയറക്ട്ലി ആസ് വൈ and b varies inversely as y and b varies inversely as y. ഇങ്ങനെ വന്നു. അപ്പോൾ ഇത്രയും റിലേഷൻസ്, ഇവിടെ ഒരു സമ്മേഷൻ ഫോം വന്നു, അവിടെ ഒരു ഇച്ചിരി അപകടമുണ്ട്. അതിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എ വേരീസ് ഡയറക്ട്ലി ആസ് വൈ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ നമുക്ക് എ ഇൻറ്റു വൈ എന്ന് എഴുതരുതോ? ഒരു കോൺസ്റ്റന്റ്, ദ സ്മോൾ ലെറ്റർ എ ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഹിയർ. ഇവിടെ ഇപ്പൊ ബി എന്താണ് എന്ന് ചിന്തിച്ചപ്പോൾ എന്നെ ബി ബൈ വൈ എന്നെടുത്തു. കാര്യം ഇവിടെ അപ്ലൈ ചെയ്ത അതേ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കണം എന്നില്ല അവിടെ വരുന്നത്. അതുകൊണ്ട് സെയിം കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് പ്രയോഗിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പൊ അവിടെ രണ്ടിടത്തും രണ്ട് വ്യത്യസ്ത കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇട്ടു കൊടുത്തു. അതുകൊണ്ട് അതിനെടുത്ത് ഇവിടെ പ്രയോഗിക്കാം. therefore p equal to ay plus ബി ബൈ വൈ എന്ന് പറയാം. ഒരു ഇക്വേഷൻ ആക്കി. പി എന്ന് പറഞ്ഞത് നമ്മൾ ഈ അവിടുത്തെയും പ്രൊപ്പോർഷണൽ കണ്ടീഷൻസ് അങ്ങ് മാറ്റി ഈക്വൽ ആക്കി. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ കോൺസ്റ്റൻസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. അപ്പം അത് എ വൈ പ്ലസ് ബി വൈ വൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇതിലേക്കാണ് നമ്മൾ ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇവിടെ പറഞ്ഞു ഇഫ് വൈ ഈക്വൽ ടു 2 പി ഈസ് 14. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരിക. പി 14 ആണ്, വൈ 2 ഇട്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ? 2a പ്ലസ് ബി ബൈ 2 ആണ് 14. അപ്പോൾ എല്ലാത്തിനും 2 കൊണ്ട് ഗുണിക്കുന്നതായിട്ട് കരുതിക്കുമോ? ഇപ്പോൾ 2a, അപ്പോൾ എല്ലാത്തിനും 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേന് നമുക്ക് ഇവിടെ കിട്ടി therefore 4a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 28. എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 2 ഇൻറ്റു 2 4 പ്ലസ് ബി 2 എടുത്ത് ഇപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ്, 28. ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് y ഈക്വൽ ടു 3 p is 16. അപ്പോൾ അടുത്ത പോയിന്റ് വന്നു 16. y ഈക്വൽ ടു 3 വരണം. അപ്പോൾ 3a പ്ലസ് ബി ബൈ 3. അപ്പോൾ ഇതിനെയും നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചു. എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 9a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 48. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തു. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് സംഭവിച്ചോളും? 5a ഈസ് ഈക്വൽ ടു 20. ഇവിടെ ബിയും ബിയും കട്ടായി പോയി. 48 മൈനസ് 28 എന്ത് വന്നു? 20 എന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് കിട്ടിയില്ലേ? എ ഈക്വൽ ടു 4. ഇതേതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ബിയും നമുക്ക് കിട്ടും. therefore ഫ്രം 1. അപ്പം ഞാനിവിടെ 1നെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഫ്രം 1. അപ്പോൾ അതിൻ്റെ അകത്ത് 4a 4 ഇൻറ്റു 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 28 എന്നല്ലേ? ഇപ്പോൾ ബി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 28 മൈനസ് 16 എത്രയാണ് വരിക? 12 എന്ന്. അപ്പോൾ എ 4 എന്നും കിട്ടി, ബി 12 എന്നും കിട്ടി. ഇത് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഈ പി ഈക്വൽ ടു എ വൈ പ്ലസ് ബി ബൈ വൈ എന്നുള്ള എക്സ്പ്രഷനെ ഇനി ഇവയുടെ പ്രസൻസോട് കൂടിയിട്ട് നമുക്ക് എഴുതാം. therefore പി ഈക്വൽ ടു എ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു വൈ പ്ലസ് ബി ബൈ വൈ എന്ന് പറയുമ്പോൾ 12 ബൈ വൈ എന്നും കിട്ടി. ഇതിലേക്കാണ് നമ്മൾ ഇനി എന്തിട്ട് കൊടുക്കേണ്ടത്? y ഈക്വൽ ടു 4 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു 4. y 4 ആണെങ്കിൽ p എന്ത് വരും? അപ്പോൾ നമുക്കിവിടെ കിട്ടി 4 ഇൻറ്റു 4 പ്ലസ് 12 ബൈ 4 എന്ന് വരും. അപ്പോൾ ഇത് 16 പ്ലസ് 3 ആണ്. സോ ദ ആൻസർ ഈസ് 90. അപ്പോൾ ഇതൊരല്പം ഇത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇത്തരത്തിൽ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്ത് വേണം ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടുപിടിക്കുവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ വേരിയേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കി. വേരിയേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പരിചയപ്പെട്ടു. അപ്പോൾ റേഷ്യോ, പ്രപ്പോർഷൻ, വേരിയേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളവിടെ മനസ്സിലാക്കി. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കൂടെ ഒന്ന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.